أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. صاد والقرآن ذي الذكر بل الذين كفروا في عزة وشقاق كم أهلكنا من قبلهم من قرن فنادوا ولا حين مناص وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1567 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38 അധ്യായമായ സൂറത്ത് സ്വാദിൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാദ് വൽ ഖുർആനി ദിക്ർ ബലില്ലദീന കഫറൂ ഫീ ഇസ്സത്തിൻ വശിഖാഖ് كم أهلكنا من قبلهم من قرن فنادوا ولا حين مناص وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب أجعل الآلهة إلها واحدا إن هذا لشيء عجاب وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أو انزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما بينهما فليرتقوا في الأسباب. صدق الله العلي العظيم. വിശുദ്ധ ഖുർആനിലെ 38 അധ്യായമായ സ്വാദ് സൂറത്ത്. സ്വാദ് സൂറത്തിലെ ആദ്യത്തെ 10 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. 88 ആയത്തുകളുള്ള സ്വാദ് സൂറത്തിന്റെ പഠനം നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ ഏകദേശം ആദ്യഘട്ടത്തില് അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അവതീർണമായ
ഒരു സൂറത്താണ് സൂറത്ത് സ്വാദ്. 88 ആയത്തുകളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പേര് വരുന്നത് ഒന്നാമത്തെ ആയത്തിലെ ആ മുഖത്താഴത്തിനെ സ്വീകരിച്ചുകൊണ്ടാണ്, പേരായി സ്വീകരിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് നാമകരണം ചെയ്യപ്പെടുന്നത്. സ്വാദ് എന്നത് അറബി ഭാഷയിലെ, അറബി അക്ഷരമാലയിലെ ഒരു അക്ഷരാണ്. സ്വാദ് സീനിൽ നിന്ന് വ്യത്യസ്തമാണ് അതിന്റെ ഉച്ചാരണം, എല്ലാവർക്കും അറിയാതെ. മലയാളികള് പൊതുവെ സീനും സ്വാദും ഒക്കെ ഒരേപോലെ ഒരേ രീതിയിൽ ഉച്ചരിക്കുന്ന ശീലം ഭാഷാപരമായി ഉള്ള ആളുകളാണ്. എല്ലാവരും അല്ല, പക്ഷെ പൊതുവെ അങ്ങനെയാണ്. പക്ഷെ വലിയ വ്യത്യാസം സീനും സ്വാദും തമ്മിൽ അറബി ഭാഷയിലുണ്ട്. സലാം എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ അക്ഷരം സീനാണ്. സ്വാദിഖ് എന്ന് പറയുമ്പോൾ, സദഖ എന്ന് പറയുമ്പോൾ അതിന്റെ ഈ രണ്ട് വാക്കുകളുടെയും ആദ്യ അക്ഷരങ്ങൾ സ്വാദാണ്. അത് വ്യത്യസ്തമായ രണ്ട് ശബ്ദങ്ങൾ തന്നെയാണ്. നമ്മള് മലയാളത്തിൽ അങ്ങനെയുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും അത് ഒരേ രീതിയിൽ ഉച്ചരിക്കുന്ന ഒരു ശീലം നമുക്ക് കാണും. പക്ഷെ അത് വ്യത്യസ്തം തന്നെയാണ്. സീൻ വരേണ്ടടുത്ത് സ്വാദ് ഉച്ചരിച്ചാൽ, സ്വാദ് വരേണ്ടടുത്ത് സീൻ ഉച്ചരിച്ചാൽ അറബി ഭാഷയിൽ ആ പദത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ടും മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ആ ഉച്ചാരണ ശുദ്ധി ഉള്ള വിധത്തിൽ തന്നെ ഈ അക്ഷരങ്ങൾ വരുന്നിടത്ത്, ഈ ശബ്ദങ്ങൾ വരുന്നിടത്ത് ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോ സൂറത്ത് സ്വാദാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതിൽ ഒന്നാമത്തെ ആയത്തിലെ ആദ്യത്തെ മുഖത്താഴത്തിൽ നിന്നാണ് ഈ സൂറത്തിന്റെ പേര് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. സ്വാദ് എന്നതൊരു അക്ഷരാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് തുടർന്നൊരു കാര്യം ഈ സൂറത്തിൽ പറയുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ആ ആയത്ത് പ്രതിപാദിക്കുമ്പോൾ പരാമർശിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 88 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്താണിത്. ഈ സൂറത്തിന്റെ അവതരണത്തിനൊരു പശ്ചാത്തലമുണ്ട്. വേണമെങ്കിൽ അത് ഒരു ഒത്തുകൂടലിനെ വിലയിരുത്തുന്ന ഒരു സൂറത്താണ് എന്ന് പറയാം. മക്കയില് രണ്ട് സംഘങ്ങള് ഒത്തുകൂടുന്ന ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട് ഏതാനും വർഷങ്ങൾ പിന്നിട്ട ഒരു സമയത്താണ് ഈ സംഭവം ഇവിടെ പരാമർശിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്ന ആ സംഭവം അരങ്ങേറുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ വ്യത്യസ്തങ്ങളായ വിലയിരുത്തലുകളോ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളോ ഈ സൂറത്തിന്റെ അവതരണ കാലത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. പണ്ഡിത ലോകം ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായം പുലർത്തുന്നവരല്ല. പക്ഷെ ഏകദേശം ഒരു ധാരണ ഇത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യം പരസ്യമായി നിർവഹിച്ചു തുടങ്ങിയതിന് ശേഷം ഉടലെടുത്ത ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നതാണ്. അപ്പോ ചിലര് ചൂണ്ടിക്കാണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ മലയുടെ മുകളിൽ കയറി നിന്ന് ഖുറൈശികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ സത്യമാർഗത്തിലേക്ക് കടന്നു വരാൻ എല്ലാവരോടുമായി പരസ്യമായി ആഹ്വാനം ചെയ്ത ആ സംഭവത്തെ തുടർന്നാണ് ഈ സൂറത്തിന്റെ അവതരണം എന്നതാണ് ഇത് സംബന്ധമായിട്ടുള്ള ഒരു നിരീക്ഷണം. മറ്റൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ആ ഒരു സന്ദർഭത്തിൽ അതുണ്ടാക്കിയ സമൂഹത്തിലെ പ്രതിധ്വനികളുടെ പശ്ചാത്തലത്തിലാണ്
ഈ സൂറത്തിന്റെ അവതരണം എന്ന് വേറെ ചിലർ നിരീക്ഷിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് എത്യോപ്യയിലേക്കുള്ള പലായനം നടന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിലാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇത് അബൂ താലിബിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ മൂത്താപ്പ അബൂ താലിബിന്റെ രോഗാവസ്ഥയും അദ്ദേഹം മരണശയ്യയിലായിരുന്ന ഘട്ടത്തില് ആ സന്ദർഭത്തിലുണ്ടായ ഒരു സംഭവം. മക്കയിലെ ഖുറൈശികളും ഇസ്ലാമിനോട് വിരോധം കാണിച്ചുകൊണ്ട് നിലകൊണ്ട മുശ്രിക്കുകളായ ആളുകള് എല്ലാവരും തന്നെ, അവരിൽ പ്രമുഖരായ പലരും മുൻകൈ എടുത്തുകൊണ്ട് മരണശയ്യയിൽ കിടക്കുന്ന അബൂ താലിബിന്റെ അടുക്കൽ വന്നിട്ട് ഒരു കാര്യം അവര് ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം. ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ സൂറത്ത് അവതരിക്കുന്നത് എന്ന ഒരു നിരീക്ഷണവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നബൂവത്തിന്റെ 10-ാം വർഷത്തിലോ അല്ലെങ്കിൽ 10 വർഷം പിന്നിട്ടതിന് ശേഷമോ ആയിരിക്കണം ഈ സൂറത്ത് അവതരിച്ചിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ, മദീനയിലേക്കുള്ള ഹിജ്റയുടെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പായിട്ടാണ് ഈ സൂറത്തിന്റെ അവതരണം എന്ന് അനുമാനിക്കേണ്ടി വരും. എന്തായാലും ഒരു പ്രത്യേക സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ സൂറത്ത് എന്നത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഒരു ഒത്തുകൂടൽ, അബൂ താലിബിന്റെ അടുക്കൽ ആളുകള്, മക്കയിലെ പ്രമുഖര് വന്ന് സംസാരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരാമർശിച്ചുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് അവര് പറയുന്ന ഒരു ഒത്തുകൂടൽ. അങ്ങനെയുള്ള ഒരു യോഗം കൂടിയതിനെ പരാമർശിച്ചുകൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് ആ ഒത്തുകൂടലിൽ വിവിധ കക്ഷികൾ സ്വീകരിച്ച അവരുടെ നിലപാടുകളും അവരുടെ അക്കാര്യത്തിലുള്ള താല്പര്യങ്ങളും എന്തൊക്കെ എന്നത് വെളിപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു ആ യോഗ വിവരണം അല്ലെങ്കിൽ ആ യോഗത്തെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു സൂറത്താണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ സൂറത്തിൽ അങ്ങനെയുള്ള സൂചനകളോ സംസാരമോ ഒന്നും നമ്മൾ കാണുകയില്ല. പക്ഷെ അതിന്റെ ഉള്ളടക്കം വെച്ചുകൊണ്ട് നമുക്ക് ഏത് സന്ദർഭം, എന്ത് സംഭവം എന്നൊക്കെയുള്ള നിലക്ക് ഒരു ധാരണയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോ ഈ ആളുകള് അബൂ താലിബിന്റെ അടുക്കൽ ഒത്തുകൂടിയ സന്ദർഭം ഏത് എന്നത് നമുക്ക് തീർത്ത് പറയാൻ വയ്യ. അത് ഇവിടെ 3 അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടതിൽ ഏതുമാവാം. ഒന്നാമത്തേത്, സഫ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ച ആ സംഭവം മക്കയിൽ ഒരു വലിയ ഒരു ഒരു മഹാവിസ്ഫോടനം പോലെ അനുഭവപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. അതിനെ തുടർന്ന് പിന്നീട് മറ്റൊരു ഘട്ടത്തില് മുസ്ലിം സമൂഹം വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ അതിലൊരു നിർണായകമായ വഴിത്തിരിവാകുന്ന വിധത്തില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവം. അതിനെ തുടർന്നുള്ള ഒരു പശ്ചാത്തലത്തിലാണിത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കുക. അതും അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സാധ്യത, ഒരുപക്ഷെ അതിനാണ് കൂടുതൽ സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് അബൂ താലിബിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മരണശയ്യയിലായിരുന്നപ്പോ അദ്ദേഹത്തിന് അടുക്കൽ ആളുകൾ വന്ന് ചില കാര്യങ്ങൾ പറയുന്ന ഒരു സംഭവം. ഈ 3 സന്ദർഭങ്ങളിൽ ഏതുമാകാം. പക്ഷെ അതിന്റെ ആശയവും താല്പര്യവും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. ഏത് സന്ദർഭത്തിൽ എന്ന് കൃത്യമായിട്ട് പറയാൻ വേണ്ട ചരിത്ര രേഖകൾ ലഭ്യമല്ല എന്നതുകൊണ്ട് ഒരു പൊതുധാരണ ഈ സൂറത്തിന്റെ അവതരണത്തെ കുറിച്ച് രൂപപ്പെടുത്തുവാന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർവാഹമുള്ളൂ. അപ്പോ ഏകദേശം ഹിജ്റ 3-ാം വർഷത്തിനും 10-ാം വർഷത്തിനും ഇടക്കായിട്ട് എപ്പോഴോ ഒന്ന് ആണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന് മനസ്സിലാക്കാം. ഇനി ഈ സൂറത്തിൽ പരാമർശിക്കപ്പെടുന്ന ഈ സംഭവം
എന്താണ് എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഒരു ഒത്തുചേരൽ അബൂ ത്വാലിബിന്റെ അടുക്കല് മക്കയിലെ പ്രമാണികള് വന്ന് ഒത്തുചേർന്ന ഒരു സംഭവത്തെയാണ് പരാമർശിക്കുന്നത്. അബൂ ത്വാലിബ് രോഗബാധിതനായി ശയ്യാവലംബിയായി മരണം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്ന ഒരു സന്ദർഭം. അദ്ദേഹത്തിന്റെ അന്ത്യം അടുത്തു എന്നാണ് ഖുറൈശി നേതാക്കന്മാര് അനുമാനിക്കുകയുണ്ടായത്. അതുകൊണ്ട് അവരെല്ലാവരും തന്നെ ഒരുമിച്ച് അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹത്തോട് അവര് നേരിട്ടിരുന്ന ഒരു വലിയ പ്രശ്നത്തെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കാനും തീരുമാനിക്കുകയാണ്. അവർ നേരിട്ടിരുന്ന പ്രശ്നം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആദർശവും അദ്ദേഹം അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവിത സരണിയൊക്കെ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം അവര് നേരിട്ടുകൊണ്ടിരുന്ന പ്രതിസന്ധി. അവരുടെ ശീലിച്ചു വന്ന, അവര് പിന്തുടർന്നു വന്നിരുന്ന മത ആചാരങ്ങൾക്കൊക്കെ വലിയ വിള്ളലേൽപ്പിക്കുന്ന വിധത്തിലുള്ള, അവയ്ക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മക്കയിലെ ആളുകൾക്ക് പരിചയം ഉള്ളതല്ലാത്ത, അവരുടെ നിലവിലുണ്ടായിരുന്ന കൂട്ടായ്മയില് ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് അതിന്റെ ഇമ്പാക്ട് പരിഗണിക്കുമ്പോൾ. മക്കയിലെ ആളുകൾ ഒരാള് പോലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത വിധത്തിൽ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവരാണ്. ഒറ്റപ്പെട്ട ചില ആളുകൾ, ബറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള ചില ഒറ്റപ്പെട്ട അപൂർവരിൽ അപൂർവം എന്നൊക്കെ പറയാവുന്ന ചില ആളുകൾ മാത്രമാണ് ജാഹിലിയത്തിന്റെ ഒഴുക്കിൽ നിന്ന് മാറി നിന്നിരുന്നത്. വേദ പാരമ്പര്യങ്ങളെ ഉൾക്കൊള്ളാനും സത്യം അന്വേഷിക്കാനും ഒക്കെയുള്ള താല്പര്യം കാണിച്ചിരുന്ന അത്തരം ആളുകൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനുമില്ല, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവമാണ് എന്ന കാര്യമാണ് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ആളുകള് ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള പലതിനെയും ആരാധിക്കുന്ന, അവയോടൊപ്പം അള്ളാഹുവിനെയും ആരാധിക്കുന്ന ആളുകളായിട്ടാണ് അക്കാലങ്ങളിൽ മക്കയിലും പരിസരത്തുമൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടും പ്രയത്നങ്ങൾ കൊണ്ടും സൃഷ്ടിക്കുന്നത് വലിയൊരു സങ്കീർണതയാണ്, വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നം കാരണമായിട്ട് അവരെല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ശത്രുതയുള്ളവരായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വകവരുത്തണം, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണം എന്നതൊക്കെയാണ് ഈ മറുപക്ഷത്തുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ആലോചിച്ചു കൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തില് യഥാർത്ഥത്തിൽ അബൂ ത്വാലിബിന്റെ, പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിലും അതുപോലെ അദ്ദേഹത്തിന്റെ പിന്തുണയിലുമൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സുരക്ഷിതത്വം ആ ഘട്ടത്തിൽ അനുഭവിച്ചിരുന്നത്. അദ്ദേഹത്തിന് കാര്യമായ സുരക്ഷാ ഭീഷണിയൊന്നും നേരിടേണ്ടി വരാതിരുന്നതിന്റെ ഒരു കാരണം മക്കയിലെ ഖുറൈശി സമൂഹത്തിന്റെ കുലപതിയായി ആ ഘട്ടത്തില് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ നിലപാടുകളും കാരണമായിട്ടാണ് മക്കക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ വലിയ പടയൊരുക്കങ്ങളൊന്നും നടത്താതെ അങ്ങനെ പലതും കണ്ടും കേട്ടും ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിലകൊള്ളുന്നത്. ഇതാണ് ആ പശ്ചാത്തലം. അപ്പൊ ഈ ആളുകള് ഒരു 25ഓളം ആളുകളാണ് അബൂ ത്വാലിബിന്റെ അടുക്കല് ഒത്തുകൂടുന്നത്. അവര് അങ്ങോട്ട് വന്നിരിക്കുകയാണ്.
അതില് അബൂ ജഹലുണ്ട്, അബൂ സുഫിയാൻ ഉണ്ട്, ഉമയ്യത്ത് ബിനു ഖലഫ് ഉണ്ട്, ആസ് ബിനു വായിൽ ഉണ്ട്, അസ്വദ് ബിനു മുത്തലിബ് ഉണ്ട്, ഉഖ്ബത്ത് ബിനു അബി മുഅയ്ത്ത് എന്ന് പറഞ്ഞ ആളുണ്ട്. അതുപോലെ ഉത്ബ, ഷൈബ തുടങ്ങിയ 25ഓളം ആളുകളാണ് അബൂ താലിബിന്റെ വസതിയിലേക്ക് വന്ന് അദ്ദേഹത്തോടായിട്ട് സംസാരിക്കുന്നത്. അപ്പോ അവരുദ്ദേശിക്കുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയിരിക്കുന്ന ആ സങ്കീർണത ഇതോടെ അവസാനിപ്പിക്കണം എന്നതാണ് അവരുടെ താല്പര്യം. അബൂ താലിബ് വിട പറയുന്നതിന് മുമ്പായിട്ട് തന്നെ മുഹമ്മദ് ഉയർത്തിയ പ്രശ്നങ്ങളെ തീർക്കണം. ഇല്ലെങ്കിൽ അബൂ താലിബ് അന്ത്യശ്വാസം വലിച്ചതിന് ശേഷം ആളുകള് മുഹമ്മദിനെതിരെ തിരിയുകയാണെങ്കിൽ അത് ആളുകൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടാകാൻ കാരണമാണ്. അബൂ താലിബ് ജീവിച്ചിരുന്നപ്പോ എല്ലാവരും തലയാട്ടി അദ്ദേഹത്തോടൊപ്പം ഇങ്ങനെ പിന്നിൽ പത്തിമടക്കി നിന്നു. അദ്ദേഹം കണ്ണടച്ചതോടെ എല്ലാവരും അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുഹമ്മദിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോത്രപരമായ അതുപോലെ വംശപരമായ കുലപരമായ അഭിമാനബോധത്തിന് വലിയ ക്ഷതമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർ വലിയ അഭിമാനികളായിരുന്നു, കുടുംബപരമായിട്ടും അതുപോലെ വംശപരമായിട്ടും ഒക്കെ. അതുകൊണ്ട് ഖുറൈശികൾ തങ്ങളുടെ കുലപതിയായിരുന്ന അബൂ താലിബിനെ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ തുടർന്ന് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരിൽ തിരിഞ്ഞിരിക്കുകയാണ് എന്ന ആളുകള് അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയാൻ ഇടയുണ്ട് എന്നതാണ് അവരെ പ്രയാസപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് അബൂ താലിബിന്റെ മരണത്തിന് മുമ്പായി തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എന്നതാണ് ഖുറൈശി നേതാക്കന്മാരുടെ താല്പര്യം. ആ താല്പര്യം അബൂ താലിബുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് അവരിപ്പോ വന്നിരിക്കുന്നത്. അപ്പോ ഖുറൈശി നേതാക്കന്മാര് 10-25 പേര് അങ്ങനെ അബൂ താലിബിന്റെ അടുക്കൽ വന്ന് സംസാരിച്ചു തുടങ്ങുകയാണ്. പറയുന്ന കാര്യം, തുടക്കത്തിൽ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ പറയാനുള്ള പരാതികളും ആവലാതികളും ആക്ഷേപങ്ങളും ഒക്കെയാണ് തുടക്കത്തിൽ അവർ ഉന്നയിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമൂഹത്തിൽ വലിയ കുഴപ്പമുണ്ടാക്കി, കുടുംബങ്ങളെ അദ്ദേഹം ഭിന്നതയിലാക്കി, നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ കൂട്ടായ്മയായി നിലക്കൊണ്ടിരുന്ന എന്നത് അദ്ദേഹമായിട്ട് പുതിയൊരു മതവും കൊണ്ടുവന്ന് അതിനെ തകർത്തു കളഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് പരാതിയായിട്ട് പറയാനുള്ളത്. ഇത് ഉന്നയിച്ചതിനെ തുടർന്ന് അവര് അബൂ താലിബിനോട് പറയുന്നത്, ഞങ്ങള് താങ്കളുടെ കാലത്ത് തന്നെ, താങ്കൾ വിട പറയുന്നതിന് മുമ്പായി തന്നെ ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശവുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുഹമ്മദുമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞൊന്ന് സെറ്റിൽ ചെയ്യണം. അതിനു വേണ്ടിയാണ് താങ്കളുടെ അടുക്കലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത് താങ്കൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യണം. ഇതാണ് അവരുടെ ആവശ്യം. അപ്പോ അവര് പറഞ്ഞതിന്റെ ഏത് നിലക്കാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നത് ഇങ്ങനെയാണ്. താങ്കളുടെ സഹോദരപുത്രൻ എന്ന് പറഞ്ഞ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ഞങ്ങളെയും ഞങ്ങളുടെ മതത്തെയും വിമർശിക്കുന്നു, തള്ളിക്കളയുന്നു, ഞങ്ങളുടെ ആരാധ്യന്മാരെ ആക്ഷേപിക്കുന്നു, ഇങ്ങനെ പലതുമാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോ ഇതിൽ നമ്മളൊരു ഒത്തുതീർപ്പിനുള്ള സാധ്യത കാണുന്നത് ഇങ്ങനെയാണ്. അയാൾ ഞങ്ങളുടെ മതത്തെ ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്. ഞങ്ങളുടെ മതത്തെയും ഞങ്ങളുടെ ആരാധ്യന്മാരെയും അയാൾ വെറുതെ വിടണം. അതുപോലെ ഞങ്ങളുടെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവങ്ങളെ ആരാധിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. അതുപോലെ അയാൾക്ക് പറയാനുള്ളത് അയാളുടെ മതവും ദീനും ഒക്കെ ആയിട്ട് അയാൾ അത് പറഞ്ഞുകൊണ്ട് കൊള്ളട്ടെ. ഞങ്ങൾ അതിൽ ഇടപെടാൻ പോകുന്നില്ല. ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിക്കാനോ തള്ളിക്കളയാനോ അവയെ
വില കുറച്ച് കാണുന്ന വിധത്തിൽ സംസാരിക്കാനോ ഒന്നും പാടില്ല. അപ്പോ ഞങ്ങളോട് ഞങ്ങളുടെ ദൈവങ്ങളെ കൈവെടിയാൻ വേണ്ടി പറയരുത്. ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ദൈവത്തെ ആക്ഷേപിക്കാൻ വേണ്ടി വരുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ ദൈവങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഇതാണ് ഈ മക്കയിലെ ആളുകൾക്ക് അബൂ താലിബിന്റെ അടുക്കൽ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലക്ക് പറയാൻ വേണ്ടി അവര് വന്നിട്ടുള്ള കാര്യം ഇതാണ്. അപ്പൊ അബൂ താലിബ് ഈ കാര്യങ്ങളൊക്കെ കേട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടൊരു സന്ധിയിൽ എത്തിച്ചേരണം എന്നാണല്ലോ ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ആവശ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാര്യം കേൾപ്പിക്കുകയും അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് അറിയുകയും ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വിളിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ വിളിപ്പിച്ചതിന് ശേഷം മക്കയിലെ പ്രമാണിമാര് പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് പറയുകയും അവരാവശ്യപ്പെടുന്നത് ഒരു ഒത്തുതീർപ്പാണ്. അവരുടെ ദൈവം മതം പോലെയുള്ള സംഗതികളിലൊന്നും താങ്കൾ ഇടപെടാൻ പാടില്ല. അതുപോലെ താങ്കളുടെ മതത്തിലും ആരാധനയിലും ഒന്നും അവരും ഇടപെട്ട് സംസാരിക്കുകയില്ല എന്നുള്ള വിധത്തില് ഒരു ഒത്തുതീർപ്പ് വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എന്ന് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയുണ്ടായി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കേട്ടതിന് ശേഷം പറഞ്ഞ കാര്യം ഇതാണ്: ഞാന് ഇവരുടെ മുന്നിൽ ഒരു വചനം അവതരിപ്പിക്കാം, ഒരു വാക്യം അവരെ കേൾപ്പിക്കാം. ആ വാക്യം അവർ അംഗീകരിക്കുകയാണെങ്കിൽ അത് അറബികൾക്ക് വലിയ ഉയർച്ച നൽകും, ഖുറൈശികൾക്ക് വലിയ ഉയർച്ച നൽകും. അറബികളൊക്കെയും തന്നെ അവരെ അനുസരിക്കും. അറബികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് കപ്പം കൊടുക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാകും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അറബികളൊക്കെയും തന്നെ ഖുറൈശികളെ പിന്തുണക്കുന്നവരായി മാറും, അവരെ കേട്ടനുസരിക്കുന്നവരായി മാറും. അറബികളല്ലാത്തവര് ആ ഖുറൈശി നേതൃത്വത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അവർക്ക് കപ്പം കൊടുക്കുന്നവരായിട്ട് മാറും. വലിയ ഉയർച്ച ഖുറൈശികൾക്ക് നേടാൻ സാധിക്കും ആ വാക്യം അവർ അംഗീകരിക്കുന്നുവെങ്കിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറയുന്നത്. അപ്പൊ ഈ കാര്യം കേൾക്കാനിടയായ ഖുറൈശി പ്രമാണിമാർക്ക് ആദ്യം വലിയ പ്രകോപനമായിട്ടാണ് അത് അനുഭവപ്പെട്ടത്. കുറച്ച് നേരം അതിനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം പിന്നെ അവര് ഇത് വളരെ നല്ലൊരു വാക്യമാണല്ലോ, അത്ര നല്ലൊരു വാക്യം എന്ന് പറഞ്ഞാൽ അറബികൾ മുഴുവനും ഖുറൈശികളുടെ നേതൃത്വത്തിൽ ഐക്യപ്പെടാൻ കാരണമാവുന്ന അറബികളല്ലാത്ത സമൂഹങ്ങൾ ഖുറൈശികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവരെ പരിഗണിച്ച് അവർക്ക് കപ്പം കൊടുത്തുകൊണ്ട് നിലകൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായ ഒന്നാണല്ലോ, അതെങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും എന്നൊക്കെയാണ് അവർ ആദ്യം പറഞ്ഞത്. അങ്ങനെ ആ വാക്യം പറയൂ, 10 വാക്യങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ പറയാൻ തയ്യാറാണ്, അംഗീകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ഖുറൈശി നേതാക്കന്മാർ തുടക്കത്തിൽ പറഞ്ഞത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്യം അവരെ കേൾപ്പിക്കുകയാണ്. അദ്ദേഹം അവരുടെ മുന്നിൽ അവതരിപ്പിച്ച വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അള്ളാഹു അല്ലാത്തൊരു ആരാധ്യനുമില്ല, ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അള്ളാഹു മാത്രമാണ് ദൈവം. ഈ കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ച വാക്യം. ഈ വാക്യം അവർ അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ അറബികളൊക്കെയും അവരുടെ പുറകിൽ അണിനിരക്കും, അതുപോലെ ലോകം മുഴുവനും അവർക്ക് കീഴ്പ്പെടും എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത് എന്ന നിലക്കാണ് അവർ മനസ്സിലാക്കിയത്. അപ്പോ ഈ സംസാരം കേട്ടതോടെ ഖുറൈശി നേതാക്കന്മാരൊക്കെ വല്ലാണ്ട് പ്രകോപിതരായിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അവരെഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഇതാണ് സൂറത്തിന്റെ തുടക്കത്തിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം. അപ്പോ അവര് ഈ സൂറത്തില് അതിന്റെ തുടക്കത്തിൽ പരാമർശിക്കുന്ന ഒരു പ്രതിഷേധ സ്വരം ഉയർത്തിക്കൊണ്ട്
അവിടുന്ന് സ്ഥലം വിടുകയാണ് ചെയ്യുന്നത്. അബൂ താലിബിന്റെ മരണശയ്യയിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം എന്ന് ഒരു നിരീക്ഷണമുണ്ട്. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ മലയിൽ കയറി നിന്നുകൊണ്ട് ഖുറൈശികളെ പരസ്യമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ച ആ സംഭവത്തെ തുടർന്നാണ് എന്ന ഒരു നിരീക്ഷണമുണ്ട്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണത്തെ തുടർന്നാണ് ഇത് എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്. അപ്പൊ ഈ 2-3 വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ സംഭവം എപ്പോഴാണ് അരങ്ങേറിയത് എന്നത് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ളത്. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ചരിത്ര സംഭവത്തെ, ഈ ഒരു ഒത്തുകൂടലിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൂറത്തിന്റെ ഉള്ളടക്കം, അതിന്റെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഒരു ഏകദേശ ചിത്രം ലഭിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ മുകളിൽ പരാമർശിച്ച, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു ഒത്തുകൂടലുണ്ടല്ലോ, ഒരു സഭ, മക്കയിലെ പ്രമാണിമാര് അബൂ താലിബിന്റെ അടുക്കല് വന്ന് സംസാരിക്കാൻ ഒത്തുകൂടിയ ആ സംഭവത്തെ നിരൂപണം ചെയ്യുന്ന വിധത്തിലാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ ഈ കുഫാറുകളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളുടെ നേതാക്കന്മാരും ഒക്കെ തമ്മിൽ നടന്ന സംഭാഷണം ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇവര് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷണം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ അതിനെ നിഷേധിക്കുന്നവരായി നിലകൊള്ളുന്നത് എന്ന ഒരു കാര്യം അള്ളാഹു വ്യക്തമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന അദ്ദേഹത്തിന്റെ ദൗത്യം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആദർശം എന്തെങ്കിലും പോരായികയുള്ളത് കൊണ്ടോ അതിന് വല്ല അപര്യാപ്തത ഉള്ളത് കൊണ്ടോ വല്ല ന്യൂനതയുമുള്ള ആദർശമാണ് അദ്ദേഹം പറയുന്നത് എന്നതുകൊണ്ടൊന്നുമല്ല. മറിച്ച് അവരുടെ ധിക്കാര മനസ്ഥിതിയും അഹന്തയുമാണ്, അവരുടെ അസൂയയാണ് അവരെ ഈ എതിർപ്പിനും നിഷേധത്തിനും ഒക്കെ പ്രേരിപ്പിക്കുന്ന കാര്യം. അവര് ആയില്ല അതിന്റെ വാഹകര്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആളുകള് ആ പ്രമാണിമാരിൽപ്പെട്ടവരാരും ആയില്ല എന്നതാണ് അവരുടെ ഒരു പ്രശ്നം. അതുപോലെ വേറെ ഒരാള്, അതും കൂട്ടത്തിലെ ഒരു അനാഥനായി വളർന്ന ഒരു ആളുടെ നാവിൽ നിന്നാണ് അത് അവർക്ക് കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങളായിരുന്നില്ലേ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറയാൻ കൂടുതൽ അർഹരായിരുന്നത് എന്നൊക്കെയുള്ള ഒരു ആലോചനയാണ്. അതുപോലെ അന്ധമായ അനുകരണ ഭ്രമം പോലെയുള്ള സംഗതിയൊക്കെയാണ് അവരെ ഈ ആദർശം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് തടയുന്നതായിട്ടുണ്ടായിരുന്നത്. അതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച ആദർശത്തിന് എന്തെങ്കിലും പിഴവുള്ളത് കൊണ്ടോ പോരായികയുള്ളത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഇവരുടെ അഹന്ത, അസൂയ, അതുപോലെ വേണമെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന അന്ധത ഒക്കെ കാരണമായിട്ടാണ്. അപ്പോ തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ അള്ളാഹു ദൂതനായി തെരഞ്ഞെടുത്തു, അവരുടെ അടുക്കലേക്ക് നിയോഗിച്ചയച്ചു എന്ന സംഗതിയെ അംഗീകരിക്കാനേ അവർ സന്നദ്ധരല്ല എന്നതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ ആ ദൂതൻ പറയുന്ന കാര്യങ്ങൾ സ്വീകാര്യമല്ലാത്ത, അതിനെന്തോ പിഴവുണ്ടായത് കൊണ്ടൊന്നുമല്ല. അപ്പോ മുൻഗാമികള് പിന്തുടർന്നു വന്നിരുന്ന ആ മൂഢമായ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും അതില് കണ്ണടച്ച് അത് പിന്തുടരുന്ന ആളുകളായിട്ട്, അന്ധമായിട്ട് അവരെ അനുകരിക്കുന്നവരായിട്ടാണ് ഈ ആളുകൾ ഉള്ളത്. അപ്പോ ഇവരുടെ നിലപാടുകളിലെ അബദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബോധ്യപ്പെടുത്തുന്നതും അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതും ഒക്കെ. ഇവർ സ്വീകരിക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ അവരെ പരാജിതരാക്കാൻ പോകുന്നു എന്നൊരു കാര്യം ചരിത്രത്തിന്റെ പിൻബലത്തോടെ അള്ളാഹു അവരുടെ മുന്നിൽ സ്ഥാപിക്കുകയാണ് ഈ സൂറത്തില്. അവര് ഏകദൈവം, അള്ളാഹുവിന്റെ ഏകത്വം, അതുപോലെ മരണാനന്തര ജീവിതം തുടങ്ങിയ കാര്യങ്ങളെയൊന്നും ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുന്നില്ല. അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുന്നു. അതുപോലെ ഇതിന്റെ ഒരു പശ്ചാത്തലത്തില് ഈ സൂറത്തില് അതിന്റെ തുടക്കവും അവസാനവും ഒക്കെ ഈ സത്യനിഷേധികളെ കരുതിക്കൂട്ടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ആദർശത്തിനെ തള്ളിക്കളയുന്ന ഈ ആളുകളെ ഖുർആൻ വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ വൈകാത്ത ഭാവിയിൽ തന്നെ ജേതാവായി മാറാനിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തില് വലിയ വിജയം കണ്ടെത്തും. അതുപോലെ നിങ്ങൾ ഇതേ ഇടത്ത് തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവരായിട്ട് വരും. ആ വിധത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയ ശ്രീലാളിതനാകാൻ പോകുന്നു എന്നൊരു കാര്യം ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ അതിനെ തുടർന്ന് ഒരു 9ഓളം പ്രവാചകന്മാരെ അവരുടെ അനുഭവങ്ങളെ മക്കയിലെ ആളുകളെ കേൾപ്പിക്കുന്ന വിധത്തില് ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെയുള്ള പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ട് അവര് അത്തരം പ്രവാചകന്മാരും അവരെ പിൻപറ്റാൻ സന്നദ്ധരായ അനുസരണയുള്ള അള്ളാഹുവിന്റെ ഇബാദുകളും പാരത്രിക ലോകത്ത് ഏറ്റുവാങ്ങാനിരിക്കുന്ന വിജയം എത്ര ആഹ്ലാദകരമായതാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതുപോലെ അതിന് കൂട്ടാക്കാതെ ധിക്കാരികളായി ജീവിച്ച ആളുകളുടെ പരലോക അനുഭവം എത്ര അപകടകരമായ അല്ലെങ്കിൽ എത്ര ഭയപ്പാടുണ്ടാക്കുന്ന വിധത്തിലുള്ളതാണ് എന്നതാണ് വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോ നേതാക്കന്മാരും അനുയായികളും ഒക്കെ മക്കയിലേതുപോലെയുള്ള സംഘങ്ങൾ നരകത്തിൽ എത്തിച്ചേരുന്ന സന്ദർഭവും അവര് പരസ്പരം ശപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സൂറത്തില് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടങ്ങളിലും അത്തരം സംഗതികൾ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊള്ളുന്ന സത്യവിശ്വാസികൾ ആരും തന്നെ ഈ നരക യാതന അനുഭവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയില്ല എന്നൊരു കാര്യവും ചൂണ്ടിക്കാണിക്കുകയാണ്. അതുപോലെ തുടർന്ന് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച ഘട്ടത്തില് അതിന് കൂട്ടാക്കാതിരുന്ന ഇബ്ലീസ് എത്ര വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് എന്ന കാര്യം ഉണർത്തുകയാണ്. മക്കയിലെ ആളുകൾക്ക് അവരിൽ തന്നെ പെട്ട ഒരാളെ അള്ളാഹു തെരഞ്ഞെടുത്ത് പ്രവാചകനായി നിയോഗിച്ചപ്പോ ആ ആളെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നതിന്റെ പേരിൽ മക്കയിലെ ആളുകൾ ഏറ്റുവാങ്ങാൻ പോകുന്ന പരാജയം ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചത് കാരണമായി ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തിനോടാണ് അള്ളാഹു താരതമ്യപ്പെടുത്തുന്നത് ഇവിടെ. അപ്പോ അതുപോലെ ആദം അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ വിശിഷ്ടമായ പദവിയും അംഗീകാരവും ഒക്കെ കാരണമായിട്ട് അസൂയ പൂണ്ടുകൊണ്ടാണ് ഇബ്ലീസ് അതിന് കൂട്ടാക്കാതിരുന്നത്. അതേപോലെ തങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അള്ളാഹു ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ദൈവിക ദൗത്യം ചുമതലപ്പെടുത്തിയപ്പോ മക്കയിലെ പ്രമാണിമാർക്ക് അതില് അസൂയയും പകയും ഒക്കെ കാണിക്കുകയാണ്. അവര് അദ്ദേഹത്തെ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഇബ്ലീസിന്റെ പാതയാണ് പിൻപറ്റുന്നത് എന്ന കാര്യമാണ് ഈ സൂറത്തിൽ അവസാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അപ്പോ ഈ സൂറത്ത് സ്വാദിലെ അതിന്റെ ഏകദേശം ഉള്ളടക്കം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു കഴിഞ്ഞു. ഈ സൂറത്തിന്റെ പേര് സൂറത്ത് സ്വാദ്, അവതരിച്ച സന്ദർഭം, ചരിത്ര പശ്ചാത്തലം, ഈ സൂറത്തിന്റെ ഉള്ളടക്കം തുടങ്ങിയ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതായി. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ ആയത്തുകളുടെ പഠനം നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.